ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു പാൽപ്പൊട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. പാൽപ്പൊട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതിനുശേഷം പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 കപ്പ് പാലാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പുട്ടും പൊടി നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനും പാൽ ചേർത്ത് കൊടുക്കാനൊക്കെ. അപ്പോൾ എന്തായാലും 1 കപ്പ് പാൽ ഒഴിച്ചോളൂ കേട്ടോ. 1/2 കപ്പ് മാത്രം മതി വെള്ളം. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു 2 കപ്പ് ചേർത്ത് കൊടുത്തപ്പോൾ. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. ഒരു 1.5 കപ്പ് മതിയാവും. 2 കപ്പ് തികച്ച് വേണ്ട. ഇനി നമുക്ക് പാർന്നെടുക്കുമ്പോൾ ലൂസായി പോവാത്ത രീതിയിൽ പാർന്നു കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഇപ്പം ഞാൻ അതുപോലെ പുട്ടിനുള്ള ഇതൊക്കെ ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും ചുരണ്ടി എടുക്കണം. അതുപോലെ തന്നെ 2 ക്യാരറ്റ് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തതാണ്. അതും ഒന്ന് ചുരണ്ടി എടുക്കാനുണ്ട്. പക്ഷെ പിന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. 2 രീതിയിൽ നമുക്ക് ഈ ഒരു പുട്ട് ഉണ്ടാക്കിയത് ഇപ്പം ഞാൻ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു തേങ്ങയും ക്യാരറ്റും കൂടെ മിക്സാക്കിയിട്ട് ഒന്നിച്ച് പുട്ടിൻ്റെ പൊടിയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും പുട്ട് ചുട്ടെടുക്കാം. അതല്ല നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ക്യാരറ്റും തേങ്ങയും കൂടെ ഒന്നിച്ചിട്ടിട്ടും അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടച്ച് അതുപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രം. നല്ല ടേസ്റ്റാണ്. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പഴം ചേർത്തിട്ടോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റും. ഇനി പഴം കഴിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുക. ചായ കൂട്ടിയിട്ടും കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ അപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പുട്ടിൻ്റെ മാവും കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു പാകത്തിന്. അപ്പോൾ കുറച്ചൊരു വെള്ളം കൂടുതലായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കിയിട്ട് 1.5 കപ്പ് എന്തായാലും 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം ചേർത്തോളൂ. പക്ഷേ പിന്നെ പാകം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കണോണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഉണ്ടാവണത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു വെള്ളം വാർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ അടുത്ത് അതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പാകത്തിന് കുറച്ച് നെയ്യ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. എല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് പുട്ടുംകുറ്റിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ തേങ്ങയും ക്യാരറ്റും കൂടെ മിക്സാക്കിയത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇരുമാവ് നമ്മൾ സാധാ പുട്ട് ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെ ചെയ്യുന്നത്. ആദ്യം ക്യാരറ്റും തേങ്ങയും പിന്നെ പുട്ടുപൊടി അങ്ങനെ ഇടവിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം പിന്നെ നമുക്ക് പുട്ടിൻ്റെ കുറ്റിയിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ ആവി കയറി നല്ല പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിലേക്കൊന്ന് കുത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു രീതിയിലാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഞാൻ ചുട്ടെടുക്കണമെന്ന് പറഞ്ഞാൽ ക്യാരറ്റും പുട്ടുപൊടിയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതും ഞാൻ ആവി കയറ്റിയതിന് ശേഷം ഒന്ന് പാത്രത്തിലേക്ക് കുത്തിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ 2 രീതിയിൽ ഞാൻ എങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കണം എന്നുള്ളത്. സംഭവം ഒന്ന് തന്നെയാണ്, 2 തരത്തിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഇവിടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നോട് വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എന്തായാലും വിടാമെന്ന് കരുതി മടിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ. അപ്പോൾ എന്തായാലും പണക്കാർക്ക് മാത്രമല്ല കേട്ടോ, പാവങ്ങൾക്കും ഈ പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ദിവസമൊക്കെ നമുക്കൊരു വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി നോക്കാമല്ലോ. എന്നും നമുക്ക് നടക്കില്ല.
ഇടയ്ക്കൊക്കെ ദിവസങ്ങൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള, ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ഷെയർ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.